എല്ലാവർക്കും നമസ്കാരം. ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ സ്ഥാപനം വർക്ക് ലൈഫ് ബാലൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് ധാരാളം ചർച്ച ചെയ്യാറുള്ളൊരു വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് പ്രസക്തമാകുന്നു, എങ്ങനെ അത് നടപ്പിലാക്കാം എന്ന വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സക്സസ്സിന് അല്ലെങ്കിൽ നിലനിന്ന് പോകുകയും ശക്തമായി വളരുകയും ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ലോകം വളരെ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥ. ഇതിനിടയിൽ പലപ്പോഴും വിട്ടുപോകുന്ന മറന്നു പോകുന്ന കാര്യങ്ങളിൽ ഒന്നായി മാറുകയാണ് ഈ വർക്കും ലൈഫൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ലക്ഷറി ഒന്നുമല്ല, ഇതൊരു നെസസിറ്റി ആണെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം എംപ്ലോയീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വർക്കേഴ്സ് മാത്രമല്ല, അവരും ഇൻഡിവിജ്വൽസാണ്. അവർക്കും ജീവിതമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ടായിരിക്കണം. ഈ ഓഫീസ് വാളുകൾ അല്ലെങ്കിൽ ഓഫീസ് ചുമരുകൾക്ക് അപ്പുറത്തും അവരും അതുപോലെ നടക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല ചിന്തകളും നല്ല കോൺട്രിബ്യൂഷൻസൊക്കെ സ്ഥാപനത്തിലേക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് കൂടുതൽ എനർജി കൊണ്ടുവരും, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരും, സ്ഥാപനത്തോട് കൂടുതൽ പ്രതിബദ്ധത, കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. അവരുടെ റോള് എത്രത്തോളം പ്രൊഫഷണലായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ടൊരു 5 കാര്യങ്ങൾ ഇതിനെ ഒന്ന് ബോധ്യപ്പെടാൻ ഓരോ ബിസിനസ് നടത്തുന്നവരും ഓരോ സ്ഥാപനം നടത്തുന്നവരും അത് മാനേജ് ചെയ്യുന്നവരും തിരിച്ചറിയേണ്ട 5 കാര്യങ്ങൾ. ആദ്യത്തേതാണ് വർക്ക് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്, നോട്ട് ലൈഫ് ഇറ്റ് സെൽഫ് എന്നുള്ളത്. വർക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതുമാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത്. വർക്ക് ഈസ് എസെൻഷ്യൽ അല്ല, അല്ലെങ്കിൽ ഒരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ധനം സമ്പാദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലൊക്കെ എത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തൊഴിലും വരുമാനമൊക്കെ ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ നിലനിൽപ്പ് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ചിന്തിക്കരുത്. ഈ എംപ്ലോയീസ് എന്ന് പറയുന്നവരും ഇൻഡിവിജ്വൽസ് തന്നെയാണ്. അവരെ വെറൊരു റിസോഴ്സായിട്ട് മാത്രം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓരോ എംപ്ലോയീസിനും വാല്യൂ കിട്ടുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സ്ഥാപനവും പ്രവർത്തനങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഹോണർ വീക്കെൻഡ്സ്. ഈ വീക്കെൻഡുകൾ എന്ന് പറയുമ്പോൾ സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായി മാറരുത്. വീക്കെൻഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനെ റീചാർജ് ചെയ്യാനുള്ളൊരു സമയമാണ്. അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പാഷനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്താലാണ് അവർ പിന്നെ ഊർജ്ജസ്വലരായിട്ട് ആ ഒരു നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ആ പ്രൊഡക്ടിവിറ്റി തരുള്ളൂ. അപ്പോൾ പല കമ്പനികളും വളരെ നന്നായിട്ട് അവരുടെ വീക്കെൻഡ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അൺനെസസറി കോളുകൾ ഒഴിവാക്കി, അനാവശ്യമായ ഇമെയിലുകൾ, ടാസ്കുകളൊക്കെ ഒഴിവാക്കി അവരെ റീചാർജ് ചെയ്യാൻ തന്നെ അയക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവരെ അൺപ്ലഗ് ചെയ്ത് അവർ ആ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ, ബാക്കി പ്രവർത്തിക്കുന്ന സമയം ഹയർ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരട്ടെ. ഇങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഹോണർ പബ്ലിക് ഹോളിഡേയ്സ്. പല പബ്ലിക് ഹോളിഡേകളും സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രധാന ദിവസങ്ങൾ അത് അവരുടെയും കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തോടുള്ള അവരുടെ റിലീജിയണൽ വാല്യൂസ്, ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അവർക്ക് വേണ്ട പരിഗണന നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയങ്ങളിൽ വേറെ വർക്കുകളോ ഡെഡ് ലൈനുകളോ ഒന്നും ഷെഡ്യൂൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അതുമാത്രമല്ല, ചില സമയങ്ങളിലൊക്കെ അവർക്ക് അതിൻ്റെയൊക്കെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ചില ലീഡർഷിപ്പ് റോളുകളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സ്ഥാപനത്തിലും പിന്നീട് അവരുടെ കഴിവ് കൂടുതൽ കാണിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാവും. പല സംഘടനകളുടെയും ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ട് പലർക്കും കിട്ടുന്ന ചില സ്കില്ലുകൾ പിൽക്കാലഘട്ടത്തിൽ അവരുടെ ജോലിയിലും അവരുടെ കസ്റ്റമർ ഡീലിങ്ങിലൊക്കെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ അവർക്ക് വേണ്ട ന്യായം കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ട നീതി കിട്ടുന്നുണ്ടെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയേക്കണം. നാലാമത്തെ കാര്യം, ഹോണർ ഫാമിലി ടൈം. ഈ ഫാമിലി ടൈമും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ജോലി ചെയ്യണം, ജോലി കഴിഞ്ഞ് ഫാമിലിയോടൊപ്പം അല്പം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ സമയത്ത് അനാവശ്യമായ വർക്കുകൾ കിട്ടുന്ന അവസ്ഥ വരരുത്. പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സും, ഇന്ന് പലരും പാരൻ്റൽ ലീവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും IT കമ്പനിക്ക് മാത്രം ബാധകമായ കാര്യമല്ല, മറ്റ് പല സ്ഥാപനങ്ങൾക്കും സാധിക്കും. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ അവരുടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഇന്ന സമയത്ത് വന്ന് ചെയ്ത് തീർക്കാം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. രാവിലെ ഇത്ര മണിക്ക് വന്ന് വൈകിട്ട് ഇത്ര മണി വരെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഈ ചിലർക്ക് ലേറ്റ് നൈറ്റ് ഇരുന്നാലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ചിലർക്ക് ഏർലി മോർണിംഗ് വന്ന് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ വർക്ക്, ഡിപ്പെൻസ് ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പെൻസ് ഓൺ ദ ഓർഗനൈസേഷൻ. നമുക്കിതിലൊക്കെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നാൽ കൂടുതൽ നല്ല എംപ്ലോയീസിനെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല, അവരുടെ പേഴ്സണൽ ലൈഫിലത്തെ ചില മൈൽ സ്റ്റോണുകൾ അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ബർത്ത്ഡേയ്സ് ആയിരിക്കും, ആനിവേഴ്സറി ആയിരിക്കും,
വർക്ക് ആനിവേഴ്സറി അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അവരുടെ മക്കളുടെ ചില അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന നല്ല ചില നിമിഷങ്ങൾ, അതിനെയൊക്കെ നമ്മുടെ സ്ഥാപനം കൂടെ ഒന്ന് അക്നോളജ് ചെയ്യുന്ന, റെക്കഗ്നൈസ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ടീവ് കൾച്ചർ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5ാമത്തെ കാര്യം, ഹോണർ പീപ്പിൾസ് ലൈവ്സ് ബിയോണ്ട് വർക്ക്. ഈ എംപ്ലോയീസ് എന്ന് പറയുന്ന ആളുകൾക്കും സ്വപ്നങ്ങളുണ്ട്, ഹോബീസ് ഉണ്ട്, പാഷനുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തും അവരുടെ ആ പാഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പിന്നെ നമ്മുടെ സ്ഥാപനം വിട്ട് വേറൊരു ഇടം നോക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ സ്ഥാപനം അങ്ങനെ ഒരു ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോമായിരിക്കണം. മാത്രമല്ല അവരുടെ നോൺ വർക്ക് അച്ചീവ്മെൻറ്റുകൾ, ഇവർ ചില ആളുകൾ അവരുടെ കായിക രംഗത്തോ കലാരംഗത്തോ ഒക്കെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിലും അതിനെയൊക്കെ അനുമോദിക്കുന്ന ഒരു സംസ്കാരം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഈ 5 കാര്യങ്ങൾ എപ്പോഴും ശക്തമായ ഓർമ്മയിലുണ്ടാവുക. ഞാനിതൊക്കെ പറയാനുള്ള റീസണാണ് 6ാമത് പറയുന്നത്, വൈ ദിസ് മാറ്റേഴ്സ് ഫോർ ബിസിനസ് സക്സസ്. ബിസിനസ് സക്സസ്സിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ഒന്നാമത്തെ കാര്യം. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. റെസ്റ്റ് ചെയ്യപ്പെട്ട ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയീസ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും. ഓവർ വർക്കിംഗ് ഉണ്ടായാലും അവർക്ക് ബേൺ ഔട്ട് ഉണ്ടാവും. മാത്രമല്ല ഒരു ബോഡി ഇവിടെ ഫിസിക്കലി ഇവിടെ പ്രസൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അവർ മെൻ്റലി ടയേർഡായിട്ടുള്ള അവസ്ഥ വരും. മാത്രമല്ല ഹയർ റിട്ടൻഷൻ റേറ്റാണ് 2ാമത്തെ ഗുണം. ഇത്തരത്തിലുള്ള സ്ഥാപനമാണ് നമ്മുടെയെങ്കിൽ ആളുകൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ കൂടുതൽ വാല്യൂ ചെയ്യും, കൂടുതൽ കാലഘട്ടം ഇവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ എംപ്ലോയി ടേൺ ഓവർ കുറയും, കൂടുതൽ ട്രെയിനിങ്ങിൽ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. 3ാമത്തെ കാര്യം, എൻഹാൻസ്ഡ് റെപ്യൂട്ടേഷൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ കാട്ടുതീ പോലെ പടരുന്ന അവസ്ഥ വരും. ഇത്തരത്തിലൊരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനും അത്തരം ആ പോസിറ്റീവായിട്ടുള്ള ബ്രാൻഡ് ഇമേജ് നമ്മുടെ ഓർഗനൈസേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും, നമ്മുടെ റെപ്യൂട്ടേഷനെ ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം, ഇംപ്രൂവ്ഡ് ക്രിയേറ്റിവിറ്റി. ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുള്ള എംപ്ലോയീസ് കൂടുതൽ കമ്പനിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ചിന്തിക്കാൻ തുടങ്ങും. ഇന്നോവേറ്റീവായ ഐഡിയാസ് വരും, പുതിയ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ കൊണ്ടുവരികയും അത് ഓരോ ചലഞ്ചിനെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി 7ാമതും ഫൈനലായിട്ടും നിങ്ങളോട് പറയാനുള്ളത്, ഹൗ ടു എംബഡ് വർക്ക് ലൈഫ് ബാലൻസ് ഇൻ ടു യുവർ കൾച്ചർ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സംസ്കാരം എങ്ങനെ നമുക്ക് കോർത്തിണക്കി പോകാൻ പറ്റും? 1ാമത്തെ കാര്യം, ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളതാണ്. നമ്മളെന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ഒരു സംരംഭം നടത്തുന്ന ആളാണെങ്കിൽ, അതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടാവണം. നമ്മളും സിനിമയൊക്കെ കാണാൻ പോകണം, നമ്മൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടണം, നമ്മൾ ടൂർ പോകണം. ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമ്മൾ ഈ പറയുന്നതിലൊക്കെ അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ലീഡ് ബൈ എക്സാമ്പിൾ. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ പോളിസി. നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഹോളിഡേ ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ലേറ്റ് നൈറ്റ് വർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ അവേഴ്സൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ പകരം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോളിസി ഉണ്ടാക്കി കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് ബാലൻസ്. ഇതൊക്കെ ഭംഗിയായിട്ട് കീപ്പപ്പ് ചെയ്ത് പോകണമെങ്കിൽ സെലിബ്രേറ്റ് എംപ്ലോയീസ് ഹു മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഇഫക്റ്റീവ്ലി. ഇത് രണ്ടും പക്കയായി ചെയ്യുന്ന ആളുകളെ റെക്കഗ്നൈസ് ചെയ്യണം, അനുമോദിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ മാതൃകാപരമാവുന്ന രൂപത്തിലേക്ക് എത്തും. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഓപ്ഷൻസ് കൊടുക്കണം. ചിലപ്പോൾ റിമോട്ട് വർക്ക് ചെയ്യാനുള്ള ചില ജോലികൾ നമ്മുടെ ഓഫീസിൽ വന്നിരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ അഡ്ജസ്റ്റഡ് അവേഴ്സുകൾ പലർക്കും കൊടുക്കാം. ചിലപ്പോൾ വീക്കെൻഡിലൊക്കെ കൊടുക്കുന്ന വർക്ക് ഫ്രം ഹോം ഓപ്ഷനൊക്കെ ചിലപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ആളുകളെയൊക്കെ ഭംഗിയായിട്ട് ഡീൽ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ പറയാനുള്ളൂ. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി കൺസേൺ ആയിട്ടൊന്നും കാണരുത്. ഇതൊരു ബിസിനസ്സിൻ്റെ നീഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വീക്കെൻഡുകളും പബ്ലിക് ഹോളിഡേയ്സും ഫാമിലി ടൈമും വർക്കിനും മുകളിലൊരു ലൈഫുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയോടും കൂടിയൊക്കെ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പേഴ്സണലി പ്രൊഫഷണലി ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. പിന്നെ എംപ്ലോയീസ് എപ്പോഴൊക്കെ കൂടുതൽ ബാലൻസ്ഡ് ഹാപ്പി ആണോ ആ ബിസിനസ്സിന് തീർച്ചയായിട്ടും സ്ട്രോങ് പെർഫോമൻസ് ആണ് അവരിൽ നിന്ന് കിട്ടുക. ലോയൽറ്റി കൂടുതലുണ്ടാവും, ലോങ് ടൈം സക്സസ് ഉണ്ടാവും. മാത്രമല്ല ഏത് കമ്പനിയാണോ കൂടെ നിൽക്കുന്ന ടീമിനെ റെസ്പെക്റ്റ് ചെയ്യണത് തിരിച്ചും എംപ്ലോയീസിൽ നിന്ന് ആ റെസ്പെക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാവും. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുക. താങ്ക് യു.